വന്യജീവി പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ? ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തിൽ ഈ വന്യജീവികൾ വനത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ വന്യജീവികളെ ഒരു തരത്തിലും ശല്യം ചെയ്യാൻ പാടില്ല, അതിനെ കൊല്ലാൻ പാടില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നതാണ് നിലവിലുള്ള നിയമം. ഇവിടെ വന്യജീവികൾ ജനങ്ങളുടെ കൊന്നു തിന്നുന്ന കടുവയെപ്പോലുള്ള വന്യജീവികൾ ഇവിടെ പുറത്തു വരുമ്പോൾ അവരെ നേരിടാൻ എന്താ വഴി? മനുഷ്യൻ്റെ സംരക്ഷണം എന്താ വഴി? ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത് നിയമ ഭേദഗതി വരുത്തണം. ഇങ്ങനെ പുറത്തു വരുന്ന വന്യജീവികളെ, ജനങ്ങൾക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം വേണം. അത് സ്റ്റേറ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, കേന്ദ്രത്തിന് അനുവാദം വേണം. അതിനനുസരിച്ച് നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തണം. കോൺഗ്രസ്സാണ് നിയമമുണ്ടാക്കിയതെങ്കിലും ആ നിയമം ഇന്ന് BJP ഗവൺമെൻറ് കർശനമായി വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുകയാണ്. വന്യജീവി സംരക്ഷണമുണ്ട്. അതേ സംരക്ഷണം മനുഷ്യന് കൊടുക്കണം. മനുഷ്യന് ആ സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമമല്ല ഇത്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട്. കേന്ദ്രത്തിന് മുമ്പാകെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഇവിടെ ദുഃഖകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തണം, നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് സന്നദ്ധമാണ്. അതിന് സഹായകരമായ നിലപാടാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. പലപ്പോഴും ഇത് സംബന്ധിച്ച നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വന്യജീവി പ്രശ്നത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് അവർ സംസാരിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു പ്രശ്നം.